ഹായ്, എല്ലാവർക്കും ഡാനി ആൻഡ് അന്നാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സാമ്പാർ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ട് വറുത്തരച്ച് സാമ്പാർ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. പരിപ്പും പച്ചക്കറികളും എല്ലാം ചേർത്തുണ്ടാക്കിയെടുക്കുന്ന ഒരു കറിയാണ് സാമ്പാർ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പച്ചക്കറികൾ നമുക്ക് ഈ കറിയിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോയിലെ ഇമ്പോർട്ടൻറ്റ് ടിപ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. ഇതിനായിട്ട് ഒരു ബൗൾ പരിപ്പ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേന ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും അല്പം വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. കുക്കറിൽ വേണമെങ്കിലും ഇതുപോലെ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പരിപ്പ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ സാമ്പാറിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഓരോ പച്ചക്കറികളായിട്ട് ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പടവലങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 മുരിങ്ങക്കായ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളരിക്ക കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേമ്പ് 2 കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കോവയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. സവാള 1 ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മത്തങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊത്തമര, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഏത്തക്കായ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 2 ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ചോറിൻ്റെ കൂടെയോ ഇഡലിയുടെ കൂടെ ദോശയുടെ കൂടെയൊക്കെ നമുക്ക് ഈ സാമ്പാർ കഴിക്കാവുന്നതാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഈ പച്ചക്കറികൾ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഓയിൽ ചെറുതായി ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 വെളുത്തുള്ളിയും 5 ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 ബൗൾ തേങ്ങയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. തേങ്ങ ചിരകിയെടുക്കുമ്പോൾ വളരെ നൈസായിട്ട് ചിരകിയെടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ തേങ്ങയുടെ എല്ലാ ഭാഗവും നമുക്ക് ഒരുപോലെ വറുത്തെടുക്കാൻ കഴിയുകയുള്ളൂ. തേങ്ങ നന്നായി തന്നെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ജസ്റ്റ് ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് സാമ്പാർ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ഈ മസാലപ്പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നന്നായി തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഇളക്കിയെടുത്ത് വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങയും മസാലകളും എല്ലാം വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ പച്ചക്കറികളെല്ലാം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം 80% വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് തക്കാളി 1 ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം.
ഒരു 4 വെണ്ടയ്ക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുത്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും മസാലപ്പൊടികളും എല്ലാം അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി ഈ പാത്രത്തിലേക്ക് തന്നെ അല്പം വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വാളംപുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി 1 കപ്പ് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം കറി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഈ സമയത്ത് കറിയിലെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കറി നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് കറിയിലേക്ക് താളിച്ചൊഴിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ റെഡിയാക്കാം. കറിയിലെ ഗ്രേവിയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ കറി താളിച്ചൊഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിലും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അല്പം ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാമ്പാർ പല വിധത്തിലും ഉണ്ടാക്കാൻ കഴിയും. വറുത്തരച്ചും വറുത്തരയ്ക്കാതെയും ഒക്കെ, തേങ്ങ ഉപയോഗിക്കാതെയും ഒക്കെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ സാമ്പാർ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ഇഡലിയുടെ കൂടെയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അടുത്ത ദിവസം പുത്തൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.